കൂത്താട്ടുകുളം നഗരസഭയിലെ വിവാദങ്ങൾ UDF ഒരുക്കിയ തിരക്കഥയെന്നത് വസ്തുതകൾക്ക് നിരക്കാത്തെന്നാണ് കൗൺസിലർ കലാരാജു പറയുന്നത്. മാത്യു കുഴൽനാടൻ MLA-ക്കൊപ്പം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും. UDF-നൊപ്പം നിൽക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും കലാരാജു 24-നോട്. നീതി കിട്ടിയില്ലല്ലോ, ആ പ്രസ്ഥാനം നമുക്ക് നീതി ഇതുവരെ അപ്പം ഒരു നേതൃത്വത്തിൽ നിന്ന് നമ്മളോട് പറയുമായിരുന്നു അത് നമുക്ക് അന്വേഷിക്കാം, അവർക്ക് പറ്റിയ ഒരു വീഴ്ചയായിട്ട് കണ്ടാൽ മതി, സാരമില്ലാന്നെങ്കിലും ഒരു വാക്ക് നമ്മൾ പ്രതീക്ഷിച്ചു. അതില്ല. നിരന്തരം വേട്ടയാടി അതിനുശേഷവും നമ്മളെ മാനസികമായിട്ട് വല്ലാതെ തളർത്തി കളയുക ചെയ്തവർ. അങ്ങനെ എന്തെങ്കിലും സംഭവം വരുവാണെങ്കിൽ നമുക്ക് നിൽക്കേണ്ട ഇടത്ത് നമ്മൾ കറക്റ്റായിട്ടുള്ള നിലപാട് തന്നെ എടുക്കും. നമ്മൾ നാടകം ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ, പക്ഷെ അത് നാടകം അല്ലാന്ന് നമുക്കൊന്ന് വ്യക്തമാക്കണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ആ പത്രസമ്മേളനം ഞാനത് പങ്കെടുക്കുന്നത്. അതുകൊണ്ടായിരിക്കും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ്. വിഷ്ണു, എന്തൊക്കെയാണ് കലാരാജു നമ്മോട് പറയാതെ പറയുന്നത്? SKN കൂത്താട്ടുകുളത്തെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് ശേഷം കലാരാജു ഇതാ വീണ്ടും കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തുന്നു. പക്ഷേ ഇത്തവണ അവർ ആർക്കൊപ്പം നിൽക്കും അല്ലെങ്കിൽ എവിടെയായിരിക്കും എന്നുള്ള ചോദ്യത്തിനൊന്നും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. UDF-നൊപ്പം നിൽക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ മാത്യു കുഴൽനാടനൊപ്പം വാർത്താ സമ്മേളനം നടത്താൻ താൻ തയ്യാറാണ് എന്നവർ പറയുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം UDF ഒരുക്കിയ ഒരു തിരക്കഥയാണിത്. കലാരാജുവിനെ അപ്പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയെന്ന് CPM-ന്റെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത് അങ്ങനെയല്ല, ഇത് ഉണ്ടായത് മറ്റൊരു തരത്തിലുള്ള സംഭവങ്ങളാണ്. CPM തന്നെ നിരന്തരം വേട്ടയാടുന്നതിന്റെ ഭാഗമായി സംഭവിച്ച കാര്യങ്ങളാണെന്നൊക്കെ പൊതുസമൂഹത്തിന് മുൻപിൽ പറയേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ മാത്യു കുഴൽനാടൻ ക്ഷണിക്കുകയാണെങ്കിൽ ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് അവർ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. 11 മണിയോടുകൂടി കൗൺസിൽ യോഗം ആരംഭിക്കും. അതിലായിരിക്കും ഒരു തീരുമാനമുണ്ടാകുക. കൂത്താട്ടുകുളത്തെ വിഷയത്തിൽ പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് CPM ജില്ലാ സമ്മേളനത്തിൽ പോലും ഉണ്ടായ പ്രസ്താവനകൾ. വലിയ പിന്തുണ CPM നേതൃത്വത്തിന് ജില്ലാ സമ്മേളന കാലയളവിൽ ഉണ്ടാകുകയും ചെയ്തിരുന്നു. അതിനെയൊക്കെ പൂർണ്ണമായും തള്ളുകയാണ്. തന്നെ ഉപദ്രവിച്ചിട്ട് പോലും തനിക്കെതിരെയുള്ള വേട്ടയാടൽ CPM തുടരുന്നു. തനിക്ക് എതിരെ എന്തെങ്കിലും കേസുകളുണ്ടോ, തന്റെ മകനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു, അത്തരം നടപടിയിലേക്കൊക്കെ CPM പോവുകയാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിനൊപ്പം ഇനി നിൽക്കേണ്ടതില്ല എന്നൊരു തീരുമാനം താൻ എടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും UDF-ലേക്ക് പോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. SK സുരേഷ്.